ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടുള്ള വ്ളോഗ് തുടങ്ങുകയാണ്. അപ്പോൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളിൽ ആദ്യം പറയാനുള്ളത്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്, ലിവിങ് റൂമിലിരുന്നിട്ട് ആ ഗ്ലാസ് കൂടെ നമ്മുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ അമ്മക്കിളി കുറേ ഓൾട്രേഷൻസ് ഒക്കെ വരുത്തുണ്ടായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് കുറേ മുമ്പിലേക്ക് കുറേ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വാതിലൊക്കെ ഒന്ന് ശരിയാക്കുക, കാര്യങ്ങളൊക്കെ എന്താ സംഭവിക്കണമെന്ന് നോക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഇപ്രാവശ്യം സെക്കൻഡ് ബാച്ചായിട്ടുള്ള രീതിയിൽ 3 മുട്ടയാണ് അമ്മക്കിളി ഇട്ടിരിക്കുന്നത്. സോ പോയ പ്രാവശ്യം 3 മുട്ട ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ ഹാച്ച് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടാമതൊരു നെയ്ബർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നെയ്ബറും കൂടി ആ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് വരും എന്ന് തോന്നുന്നു. ശരിക്കും ഇപ്പോൾ വന്ന് ഏരിയയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി, സ്ഥലമൊക്കെ ഒന്ന് വാങ്ങിയിട്ടിട്ടേ ഉള്ളൂ തോന്നുന്നു ചേച്ചി. അത് ഇനി കൺസ്ട്രക്ഷൻ, വീട് കാര്യങ്ങൾ കൺസ്ട്രക്ഷനൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഈ കൂടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ മത്തൻ്റെ ആ ഒരു ഇതിലാണ് അവർ നോക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടാഴ്ച അടയിരിക്കലും കാര്യങ്ങളും ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ കംഫർട്ടബിളാണ് നമ്മളായിട്ട്. 6 കൊല്ലം എടുത്തു അവൾക്ക് നമ്മളുടെ അടുത്ത് നിന്ന് ആ ട്രസ്റ്റ് വരാൻ. അതുകൊണ്ടാണ് ഇത്രയും താഴെയായിട്ടുള്ള രീതിയിൽ അവൾ കൂട് കെട്ടിയിരിക്കുന്നത് തന്നെ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇതെടുത്ത് കയ്യിൽ പിടിക്കുന്ന സമയത്തൊക്കെ അവൾ കുട്ടിയെ വേണ്ട വെക്കില്ലേ എന്നൊക്കെ. അവർക്ക് 6 കൊല്ലം, അവൾ 6 കൊല്ലം എടുത്തിട്ടാണ് എന്നെ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താഴെയായിട്ടുള്ള രീതിയിൽ അവൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ബേബീസാണ് കണ്ടത്. പിന്നെ അവൾ മുട്ടയുടെ തൊണ്ടൊക്കെ എടുത്ത്, അവൻ്റെ അമ്മേ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും പരാതി തീരില്ല. അങ്ങനെ മുട്ടയുടെ തൊണ്ടൊക്കെ എടുത്ത് കളയുന്ന കണ്ടപ്പോഴാണ് നമ്മളതിൽ ഇപ്പോൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങനെ 2 വിരിഞ്ഞുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒന്നും കൂടി വിരിഞ്ഞു. ഇതാണ് അവരുടെ സ്റ്റേറ്റസ്. ഇങ്ങനെയാണ് വാവക്കുട്ടികളുള്ളത്. 3 പേരുണ്ട് ഇപ്പോൾ, സുഖമായിട്ടിരിക്കുന്നു. അവൾ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ അവൾക്ക് അടുത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് വിരോധവും ഇല്ല. ഞാനിത് എടുക്കുന്ന സമയത്തോ പിടിക്കുന്ന സമയത്തോ അവൾ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. അവൾക്ക് ഒരു കുഴപ്പമില്ല. അത് ബേസിക്കലി നമ്മൾ പറയില്ലേ, ഒരു ട്രസ്റ്റ്, അവൾക്ക് എന്നിലുണ്ടായ ആ ഒരു വിശ്വാസം. ഓക്കെ, അവളുടെ കുട്ടികൾ സേഫായിരിക്കുന്ന അവൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം. അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം, ഇവരെയൊക്കെ തീറ്റി പോറ്റണ്ടേ. നമ്മളും അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സമ്മർ പറയാതിരിക്കുകയാണ് ഭേദം. അടിപൊളി വെയിലായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടിന് കയ്യും കണക്കുമില്ല. 44, 45, 46 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തനും കാര്യങ്ങളും ഒക്കെ പൂക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൺപൂവാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇതിൽ എന്തെങ്കിലും എനിക്ക് ആ ഒരു വിളവെടുപ്പ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് ഉണ്ട്. കുറച്ചായിട്ടുള്ള രീതിയിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കളൊക്കെ കാണാൻ പറ്റും. 4 നേരം വെള്ളം കൊടുത്തിട്ട് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമ്മറിൽ വിരിയേണ്ട പൂക്കളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗുൽമോഹറൊക്കെ അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട്. ആൻഡ് അത് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. യെസ്, ഇതിന് കഷ്ടപ്പാട് എന്താണെന്ന് വെച്ചാൽ ഈ ഇല അവിടെ മുഴുവൻ ഇങ്ങനെ ആവും. പക്ഷേ എന്നാലും അത് പൂത്ത് നിൽക്കുന്ന കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് പേര് എൻ്റെ വ്ളോഗിൽ, വീഡിയോസിൽ കാണുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന സംഭവം വീട്ടിൻ്റെ മുമ്പിൽ എന്താണ് എന്നുള്ളത്. ഇതാണ് ജെയ്ഡ് എന്ന് പറയുന്ന പ്ലാന്റ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മളതിനെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അവരങ്ങനെ വാടിപ്പോവും. അങ്ങനെ ജെയ്ഡ് ഇങ്ങനെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൊണ്ട് നടക്കേണ്ട പ്ലാന്റാണ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. 4 to 6 hours വെയിൽ തട്ടുന്ന അവിടെ ആയിരിക്കണം ഇവരുണ്ടാവേണ്ടത്. ജെയ്ഡ് നല്ലോണം വളരുക എന്ന് പറഞ്ഞാൽ അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾക്ക് നോക്കേണ്ട ഒരു പ്ലാന്റാണ്.
അങ്ങനെ ജെയ്ഡ് പ്ലാന്റ് ആണ് ഇങ്ങനെ നിങ്ങൾ കാണുന്ന എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗരാജ് സെയിലിന് ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി 10 നിറത്തിൽ വാങ്ങിച്ച ഒരു സംഭവമാണ് ഇത്രയും വലുതായി നിൽക്കുന്നത്. ഇനി വിശേഷങ്ങളിൽ നമ്മൾ അടുത്ത് പോകുന്നത് കുറച്ച് പാചക വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് വിനീസ് കിച്ചണിൽ നടന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് സ്പെഷ്യൽ ഓർഡേഴ്സ് ആയിട്ടുള്ള ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ മീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് പ്രകാരം എന്താണോ ക്ലയൻറ്റിന് വേണ്ടത് അത് പ്രകാരം അവരുടെ പാത്രത്തിൽ തന്നെ എല്ലാം ആക്കി കൊടുക്കലും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. ഓരോരുത്തരുടെ ഓർഡറിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഓരോരുത്തരുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് വിനീസ് കിച്ചൺ നമ്മൾ പ്രവർത്തിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോൾ വന്നാലും സാധനം ഉണ്ടാവും. എപ്പോൾ വന്നാലും സാധനം ഉണ്ടാവില്ല. നിങ്ങൾ എന്താണോ ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഓർഡർ ചെയ്ത പീസിന് കൂടുതലായിട്ട് ഒരു പീസ് പോലും എൻ്റെ അടുത്ത് ബാക്കിയോ എക്സ്ട്രയോ എടുക്കാനുണ്ടാവില്ല. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒന്നും ഏതും രാവിലെ മുതൽ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വിൽക്കുക എന്നുള്ളതല്ല വിനീസ് കിച്ചൻ്റെ കോൺസെപ്റ്റ്. വിനീസ് കിച്ചൺ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഷെഫ്, അതായത് പ്രൈവറ്റ് ഷെഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ എന്താണോ ഓർഡർ തരുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യും. അതൊരു ഈവൻ്റ് ആവാം, അത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു 10 ദിവസത്തേക്ക് എടുത്തിരിക്കുന്ന ഒരു ഫുഡാണ്. ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അവർ എഴുതി അയച്ചിട്ടുണ്ട്. സോ അന്നത്തെ ദിവസം അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അല്ലാതെ കമേഴ്ഷ്യലായിട്ട് ഇക്കണ്ട സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വരുന്നവർക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുക അല്ല. സോ അവരെന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത്, ചപ്പാത്തി, പുട്ട്, ചിക്കൻ, തോരൻ, എന്താണ് പറയുക, ചെമ്മീൻ, ഇഷ്ടു, കട്ട്ലറ്റ്, കൊറിയൻ ബൺസ്, കടലക്കറി, അങ്ങനെ അവർക്ക് വേണ്ട കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. അതേമാതിരി തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു പാർട്ടിക്ക് പോയിട്ടുള്ള കോംബോ മീലാണ്. അതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആ ഒരു കാര്യവും ചോദിക്കാറുണ്ട്, ഇതുപോലെയുള്ള ഓഫീസിലേക്ക് നമുക്ക് കോംബോ മീൽസ് വേണമെങ്കിൽ വിനി ചെയ്യുമോ? യെസ്, നമ്മൾ കോംബോ മീൽസ് ചെയ്യും. നിങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൈവറ്റായിട്ട് നമ്മളൊരു ഷെഫിനെ ഹയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനി സ്വീറ്റ്സ് ആയിക്കോട്ടെ, വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓർഡറിനനുസരിച്ചിട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതാണ് നമ്മൾ വിനീസ് കിച്ചണിൽ ചെയ്യുന്നത്. അതേമാതിരി തന്നെ വന്ന് കഴിക്കാൻ പറ്റുമോ? ഷുവർ, നമുക്ക് എന്തുകൊണ്ട് വന്ന് കഴിക്കാൻ പറ്റില്ല? എന്തായാലും ഡൈനിങ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബുക്ക് ചെയ്തിട്ട് ആ അലോട്ട്മെൻറ്റിന് അനുസരിച്ചിട്ടുള്ള രീതിയിലേ എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്, ലൈക്ക് വിനി നമ്മൾക്ക് ഡൈനിങ് വേണം, പക്ഷേ ഇങ്ങനെ എന്താണ് പറയുക, നോർമൽ ഞങ്ങൾ പറയുന്ന ഫുഡ് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുമോ? ഷുവർ, നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എത്ര പേരാണോ, എൻ്റെ വീട്ടിൽ എനിക്ക് 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇപ്പോൾ 12 പേര് 20 പേരൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ടേൺ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഒരാൾ 6 പേരിരുന്ന് രണ്ടാമത്തത് ഇരുന്ന് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക, അതുപോലെ വീട്ടിലെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ വന്ന് കഴിക്കാനും പറ്റും. നിങ്ങൾ പറയുന്ന മെനു ആയിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സെറ്റാവുന്നത്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് കഴിക്കാൻ അത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതായിരിക്കും. സോ വീണ്ടും വീണ്ടും നമ്മൾ ഇതേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ പലവരുടെ അടുത്തും നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. സോറി, നിങ്ങൾക്കത് നമ്മൾ ചെയ്തു തരാൻ പറ്റാത്തതിൻ്റെ കാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങൾ അവിടെ കാണുന്നത്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഫുൾ ടൈം ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ പറയേണ്ടി വരുമ്പോൾ ഭയങ്കര വിഷമം തോന്നിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് എന്താ പറയുക, നിങ്ങൾ പറയുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാക്കി വെക്കുന്നില്ല എന്നുള്ള രീതിയിൽ കേട്ടോളൂ. അപ്പോൾ ഭക്ഷണം വന്ന് കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് അലോട്ട് ചെയ്തിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് വന്ന് കഴിക്കാം.
ഇതിൽ രണ്ട് രീതിയിലാണ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ മെനു നിങ്ങൾക്ക് വന്ന് എന്തൊക്കെയാണോ ആഗ്രഹം ആ മെനുവിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് കഴിക്കാം. അല്ല, സെക്കൻഡ് ആയിട്ടുള്ള രീതിയിൽ സപ്പർ ക്ലബ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫ്യൂഷൻ ആയിട്ടുള്ള രീതിയിലുള്ള 7 കോഴ്സ് മീലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മെനു ടോട്ടലി ഡിഫറെൻ്റ് ആണ്. 7 കോഴ്സ് മീലാണ് അതിൽ വരുന്നത്, ഡിഷസ് ആണ് അതിൽ വരുന്നത്. അതിലൊരു നോൺ വെജ് ഐറ്റവും കൂടി വരും. അത് ഡെഫിനറ്റായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നോൺ വെജ് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ 7 കോഴ്സിൽ വരുന്നത്. സോ അണ്ടർഗ്രൗണ്ട് ഡൈനിങ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഒന്ന്, നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് മെനു സെറ്റ് ചെയ്യാം. രണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോയ്സിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ഓരോരുത്തരുടെ ആ ഒരു റിവ്യൂ എക്സ്പീരിയൻസും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ലൈക്ക് ടു നോ your experience after coming regarding the food, which is your favorite, what did you like, what was a new experience that you had in the food, if you may please. Thank you so much for having us. Thank you. I thought the meal was amazing and amazing first experience. I think it's a very new dynamic for me to dine with people I don't know, but a lovely time to meet you and get to know you guys a little bit. And for me personally, the Idiyappam for me was a highlight because I'd never had it before. Okay. And I loved it. I think I could eat that every day. Oh, thank you. And the first soup, the cream of moringa. The cream of moringa, wow, absolutely amazing. So thank you again. Thank you. Yes, sweetheart. Even for me, it was the first time. Okay. And it was a great experience. Thank you. To be honest, I didn't know what to expect because it was a surprise for Akshay. Okay. It was a big surprise. But it was my first time experiencing authentic South Indian cuisine. I loved every single dish. I think my favorite one was the pani puri. Okay. Honestly. Okay. I really, really loved it. Thank you. And the soup on it and everything. So thank you so much. Thank you so much. Yes. Thank you. Thanks for this amazing food and this overall experience. Thank you. All of the dishes, part of it, the whole thing was all amazing. The food was very delicious. I wish I had more appetite to finish everything, but yeah, everything was good, great. What would be your one favorite dish? Dish-wise, I think the cream of moringa I like the best. Okay. But I would definitely like to mention the initial welcome drink. Okay. I really enjoyed it. Thank you. Really refreshing. Thank you so much. Yes, dear. Thank you for having us, and it was a wonderful experience, something new for all of us here, and I really enjoyed it. I especially appreciated the small details, like the way you had set everything up, the lighting, the ambience, and each of the course that you took us through, like patiently. I really liked that. Thank you. And I think I particularly enjoyed the first soup, the moringa soup. That was something I didn't try before. Okay. And I also really liked the idli with the Sambar inside because it was something very unique. Thank you. I haven't tried before. Thank you so much. Yes, Preeti. So it was a great experience. So when I got this gift, I never knew what it was. We just came for it without knowing what this experience actually means. And thanks to my friends who are willing to join me in this experience. I'm a big fan of MasterChef Australia, so I followed all the seasons episodes, and I've all seen the 7-course meal that is being prepared and served for guests. But this is the first time I think I'm having this experience of being given the 7-course meal, that too with a sense of personalization and authenticity, right? So this was truly amazing. Really loved every bit of it. I think my favorite was the Nannari juice, welcome juice, because as a child I never really liked the juice. Oh. But when you said Nannari juice and when you served it and when I tried it,
I realized that this is how it should be made actually, and all these years that I've been having in stores was actually the good one. So I really loved it, and I drank the full glass. And next was the moringa soup. That was amazing, out of the world. Thank All the dishes were good, but these were truly outstanding. Thank you so much. Thank you. Yes, sir. Hey, thank you for having us. Right, I mean, it was a unique experience. I mean, so the two of us are from South India, right? Yeah. So I mean, we have had some version of these foods, but you have made an interesting twist to all of those. Thank you. Which was a surprising part for us. I mean, and for me, the favorite was probably, I'd say, the welcome drink was great. Thank you. The soup was great. Thank you. But I mean, my absolute favorite was the dessert at the end. Oh, It was something I haven't tried before, okay. and it was an interesting combination. So Thank you. Thank so you. much for Thank you so much for coming, and it was absolute pleasure to have you all. And thanks a lot. ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, അത് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വിളമ്പിക്കൊടുത്ത് ആൾക്കാർ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് റിവ്യൂ പറയുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തരുന്ന സന്തോഷം വേറെ ലെവലാണ്. ഇതൊക്കെയായിരുന്നു വിനീസ് കിച്ചണിലെ വിശേഷങ്ങൾ. Vinny's Kitchen.